ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു കേക്ക് കട്ടിംഗ് വീഡിയോ ആണ്. ബർത്ത്ഡേയുടെ ജൂലൈ 8 എടുത്ത വീഡിയോ ആട്ടോ ഇത്. ഞാൻ ഇന്നാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. ജൂലൈ 8 എൻ്റെ അനിയന്മാരുടെ ബർത്ത്ഡേ ആട്ടോ. അവന്മാർ ട്വിൻസ് ആണേ. വലിയ സെലിബ്രേഷനായിട്ടൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് കേക്ക് കട്ടിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ബർത്ത്ഡേക്ക് ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യാറുണ്ട് കേട്ടോ. രാത്രിയാണ് കേക്ക് കട്ട് ചെയ്യാറ്. അപ്പോൾ കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മഴയായിരുന്നു. ഇപ്പോൾ കേക്ക് കുറച്ച് മെൽറ്റായി പോയിട്ടുണ്ട് കേക്കിൻ്റെ സൈഡ്. ഇവർ രണ്ടുപേരും കേട്ടോ ബർത്ത്ഡേ. എൻ്റെ വീഡിയോസിലൊന്നും അധികം ഇവരെ കാണാറില്ല കേട്ടോ, കാരണം ഇവർക്കങ്ങനെ വരുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ വീഡിയോയ്ക്കകത്തൊന്നും. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോസിൽ ഇവന്മാരെ ഒന്നും കാണാറില്ല കേട്ടോ. ബർത്ത്ഡേ ഇവരുടെ ആണെങ്കിലും കേക്ക് കട്ട് ചെയ്യുന്നത് കാശിയാട്ടോ. നമ്മുടെ വീട്ടിൽ ആരുടെ ബർത്ത്ഡേ ഉണ്ടെങ്കിലും കേക്ക് കട്ട് ചെയ്യുന്നത് കാശിയാണേ. കാശി ഉണ്ടായ പിന്നെ നമ്മുടെ വീട്ടിൽ ആ ഒരു ആചാരം കേട്ടോ പിന്തുടർന്ന് പോകുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. കേക്ക് കട്ട് ചെയ്യുമ്പോൾ പൊട്ടിക്കുന്ന സാധനമൊക്കെ വേണമെന്ന് കാശി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൈ പിടിച്ചുകൊണ്ടാണ് അവൻ്റെ നടപ്പ്. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ പോകട്ടോ. അപ്പോൾ ഉമ്മാർ പറയുന്നുണ്ട്, വാ കാശി നമുക്ക് നടുക്കുന്ന കേക്ക് കട്ട് ചെയ്യാമെന്ന്. അങ്ങനെ കാശിയുടെ അവരെ നടുക്ക് പോയി നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങുവാണേ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു കേട്ടോ. കാശിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കേക്ക് കട്ടിങ്ങൊക്കെ. ചിരിച്ചുകൊണ്ട് തന്നെ നിന്നുള്ളൂ കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള പരിപാടി ഇവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കേക്ക് കൊണ്ടുവരാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു കേട്ടോ, മഴയൊക്കെ ആയതുകൊണ്ട്. ഞാൻ ദേ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അവൻ എൻ്റെ അടുത്തിരുന്ന് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അവൻ്റെ വർത്തമാനമൊക്കെ ചിലപ്പോൾ കേൾക്കാവേ. കേക്ക് കട്ട് ചെയ്തത് ഒരു ലൈറ്റ് പോയിട്ടോ. പിന്നെ ആ ലൈറ്റൊക്കെ ശരിയാക്കി പിന്നെ ഇട്ടു കേട്ടോ. അങ്ങനെ ലൈറ്റൊക്കെ എല്ലാം ഓണായി. എന്നിട്ട് പിന്നെയും കേക്ക് കട്ട് ചെയ്തു കേട്ടോ. ഒരു പീസാക്കി കട്ട് ചെയ്തേ. അപ്പോൾ കാശിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ ആ പൊട്ടിക്കുന്ന സാധനം കൂടെ ആയപ്പോൾ അവൻ ഡബിൾ ഹാപ്പി. കണ്ടില്ലേ അവൻ്റെ ചിരി? അവൻ ചിരിച്ചുകൊണ്ട് തന്നെയാട്ടോ ഇരിക്കുന്നത്. പിന്നെ അവൻ പറയുന്നുണ്ട്, ഇനി എൻ്റെ ബർത്ത്ഡേ ആവാറായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇനിയൊരു 3 മാസം കൂടെ കഴിഞ്ഞാലേ കേട്ടോ കാശിയുടെ ബർത്ത്ഡേ ആവുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. കേക്കൊക്കെ കഴിക്കുന്നുണ്ട്. നേരത്തെ കേക്കൊന്നും അങ്ങനെ കഴിക്കില്ലായിരുന്നു. ഇപ്പം കേക്കൊക്കെ എല്ലാവരും കൊടുക്കുന്നത് കഴിച്ചു. പിന്നെ ഇവന്മാർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കൊടുത്തു. കാശിക്ക് കൊടുത്തു, കാശി കൊടുത്തു, അമ്മ കൊടുത്തു. അങ്ങനെ ഞാൻ കേക്ക് കൊടുക്കാൻ പോയില്ല കേട്ടോ. വീഡിയോയ്ക്കകത്തില്ലെന്നുള്ളൂ, അല്ലാതെ ഞാൻ കേക്ക് കൊടുത്തു കേട്ടോ. എൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല, കാരണം ഞാനിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ എടുത്തില്ല കേട്ടോ. ഒരു സർജറിയൊക്കെ കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് എൻ്റെ കോലം വളരെ മോശമാണ്, അതുകൊണ്ട് ഞാൻ എടുത്തില്ല കേട്ടോ. അപ്പോൾ അതേ വോയിസ് ഓവർ കൊടുക്കുന്ന സ്ഥലത്ത് കാശി വീണ്ടും എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അവനോട് തന്നെ ചോദിക്കാവേ അവൻ്റെ ബർത്ത്ഡേ എന്നാന്ന്. കാശി, കൊച്ചിൻ്റെ ബർത്ത്ഡേ എന്നാന്ന് എല്ലാവരോടും പറഞ്ഞു കൊടുത്തേ. അറിയത്തില്ലെന്നോ? പറഞ്ഞേ, നിന്റെ ബർത്ത്ഡേ എന്നാ? പറയേ, പയ്യല്ല, ഉറക്കെ പറ. ഒക്ടോബർ 22 ആണ് കാശിയുടെ ബർത്ത്ഡേ. അപ്പോൾ കാശി ഒക്ടോബർ 22 വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. കാശി എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് കാശിക്ക് തന്നെ അറിയത്തില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഹാള് മൊത്തം പൊട്ടിക്കുന്ന സാധനം ആയിട്ടുണ്ടായിരുന്നേ. അതൊക്കെ എടുത്ത് മുകളിലേക്ക് ഇട്ട് ഭയങ്കര സന്തോഷത്തിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്തത് എന്ന് പറയുന്നത് ക്ലീനിങ് സെക്ഷൻ കേട്ടോ. ക്ലീനിങ് പരിപാടിയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ കാശിക്കൊരു ചെറിയൊരു അടിച്ചുവാരി ഉണ്ട്. അപ്പം വലിയ അടിച്ചുവാരി കൊണ്ടുവന്നിട്ട് ഇവനെ ചെറുതിൽ വാരിയിട്ട് വലുതിലേക്ക് ഇങ്ങനെ ഇടും കേട്ടോ. ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. നമ്മൾ റൂമിൻ്റെ അകവും വീടിൻ്റെ അകമൊക്കെ അടിക്കുമ്പോൾ ഇവനും നമ്മുടെ അടുത്ത് വരും കേട്ടോ. അപ്പം വലിയത് അവന് പറ്റില്ലല്ലോ, അതുകൊണ്ട് അവന് ചെറിയൊരു അടിച്ചുവാരി മേടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പരിപാടി മൊത്തം. കാശിക്ക് എല്ലാ റൂമും എല്ലാം വീടൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കിടക്കണം കേട്ടോ. അപ്പോൾ കാശി അവൻ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ തന്നെ പറയും കേട്ടോ, ഇത് ക്ലീൻ അല്ലല്ലോ, ഇവിടെ ക്ലീൻ ആക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കൂടെ എല്ലാത്തിനും കൂടും കേട്ടോ. അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് അമ്മയും അനിയന്മാരും എല്ലാം അടിച്ചു വാരുന്നുണ്ട് കേട്ടോ. പക്ഷേ അവരെ കൊണ്ടൊന്നും ഇവനെ അടിച്ചു വാരിപ്പിക്കുന്നില്ല കേട്ടോ. ഇവൻ തന്നെ അടിച്ചു വാരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന മെയിൻ ആളായിട്ട് ഭയങ്കര ഡ്യൂട്ടിയാണ്. കുഞ്ഞു പിള്ളേരുള്ള വീട്ടിലൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ. കുഞ്ഞു പിള്ളേർക്കാണല്ലോ ആദ്യം ഒരു പ്രയോറിറ്റി കൊടുക്കുന്നത്. അവരുടെ സന്തോഷമാണല്ലോ നമ്മുടെ സന്തോഷം. അപ്പം അവൻ എന്തായാലും ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ മാറി നിന്ന് നോക്കും കേട്ടോ. വലിയ ചൂലും കൊണ്ട് ഇങ്ങനെ കൂട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കുഞ്ഞു അടിച്ചു വാരിയും കൊണ്ട് എല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൻ തന്നെ കേട്ടോ അത് മൊത്തം ക്ലീൻ ചെയ്തത്. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് അടിച്ചു വാരേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളേ. അനിയനാണെങ്കിൽ ഇങ്ങനെ കൂട്ടി കൊടുക്കും. അവനാണെങ്കിൽ എല്ലാം അടിച്ച് മറ്റേ വലിയ അടിച്ചുവാരിയിലേക്ക് ഇടും കേട്ടോ. അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്തു കേട്ടോ അവന്. ഇതൊക്കെ ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ അവൻ ചെയ്യുന്നത്. ഇഷ്ടമില്ലാത്ത പരിപാടിയാണെങ്കിൽ ഒന്നും അവൻ ചെയ്യില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ചെറിയ കേക്ക് കട്ടിങ് വീഡിയോ ഇത്രയുള്ളേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി അടുത്തത് വരുന്നത് നമ്മുടെ കാശിയുടെ ബർത്ത്ഡേ തന്നെയാണ് കേട്ടോ. ഒക്ടോബർ 22 ആണ്. വേറെ ആരുടെയും ബർത്ത്ഡേ ഇല്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങളിവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ അവൻ ഇങ്ങനത്തെ കേക്ക് മേടിക്കണം എന്നൊക്കെ അവൻ നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ മേടിച്ച് കൊടുക്കണമെന്നാണ് ആഗ്രഹം. അപ്പം നമ്മുടെ ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളേ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. ശരി, ബായ് പറഞ്ഞേ.